വീണ്ടും ഒരു തിരുവോണം വിട പറയുമ്പോൾ ഇക്കഴിഞ്ഞ തിരുവോണം എങ്ങനെ കഴിച്ചുകൂട്ടുമെന്ന് ആകുലപ്പെട്ട ഒരുപാട് കുടുംബങ്ങൾ കേരളത്തിൽ ഉണ്ടായിരിക്കാം. കാരണം ഓൾ ഇന്ത്യ തലത്തിലെ ഉപഭോക്തൃ വില നിലവാരം 1.5% ഏതാനും മാസങ്ങളായി. പക്ഷെ കേരളത്തിൽ ഇപ്പോഴും ഉപഭോക്തൃ വില നിലവാരം 6% മുകളിൽ നിൽക്കുകയാണ്. അങ്ങനെ ഉയർന്ന ഉപഭോക്തൃ വില നിലവാരം കേരളത്തിൽ നിൽക്കുമ്പോൾ തന്നെ നിത്യോപയോഗ സാധനങ്ങളുടെ വില 6.5%-ലൊക്കെ വളരെ ഉയർന്നാണ് നിൽക്കുന്നത്. കേരളത്തിന്റെ ഉപഭോക്തൃ വിപണിയെ കീഴടക്കുന്ന ഉൽപ്പന്നങ്ങളിൽ 80%-ലധികം കേരളത്തിന് വെളിയിൽ നിന്ന് കൊണ്ടുവരുന്നതുമാണ്. അപ്പൊ അങ്ങനെ അത് കേരളത്തിൽ നിന്ന് വെളിയിൽ നിന്ന് കൊണ്ടുവരുന്ന ട്രാൻസ്പോർട്ട് ചാർജസും ഒക്കെയും കൂടി വരുമ്പോഴേക്കും ഈ ഉപഭോക്തൃ ഉൽപ്പന്നങ്ങളുടെ ഒക്കെ വില നാം പ്രതീക്ഷിക്കുന്നതിനേക്കാൾ ഉയർന്നു നിൽക്കും. അങ്ങനെ ഓണം ഉണ്ണുന്നത് എങ്ങനെ എന്ന ആദിയിൽ നിൽക്കുമ്പോൾ ഇലക്ഷൻ മാനിഫെസ്റ്റോയിൽ ഗവൺമെന്റ് ഈ പിണറായി സർക്കാർ നൽകിയിരുന്ന ഒരു വാഗ്ദാനം ഉണ്ടായിരുന്നു. 13 തരം നിത്യോപയോഗ സാധനങ്ങൾ ന്യായമായ വിലയ്ക്ക് ലഭ്യമാക്കുമെന്ന്. അത് ഈ ഗവൺമെന്റ് ഭരണത്തിൽ വന്നതിന് ശേഷം കഴിഞ്ഞ ഓണത്തിനും കാര്യമായ രീതിയിൽ പൂർണ്ണമായിട്ട് അത് നടപ്പാക്കാൻ ഒത്തില്ല. കുറച്ച് ഉൽപ്പന്നങ്ങളെ കഴിഞ്ഞ ഓണത്തിന് ന്യായവിലയ്ക്ക് ലഭ്യമാക്കിയുള്ളൂ. പക്ഷെ ഈ ഓണത്തിന് ഒട്ടുമിക്ക ഈ പറയപ്പെട്ട 13 ഉൽപ്പന്നങ്ങൾ ന്യായവിലയ്ക്ക് ലഭ്യമാക്കാൻ ഗവൺമെന്റ് ശ്രമിച്ചു. പക്ഷെ എന്നിട്ടും വലിയ വിലക്കയറ്റമായിരുന്നു എന്ന് പറയാതെ വയ്യ. ഉദാഹരണത്തിന് വെളിച്ചെണ്ണ വളരെ താഴ്ന്ന വിലയിൽ കിട്ടുമായിരുന്ന വെളിച്ചെണ്ണയ്ക്ക് 500 രൂപ വരെ വില വരികയും അതിനെ ഗവൺമെന്റ് കുറച്ച് സബ്സിഡിയൊക്കെ ചെയ്ത് സബ്സിഡൈസ് ചെയ്ത് കൊടുത്തു. എങ്കിൽ പോലും അത് ഇവിടുത്തെ സാധാരണ കൺസ്യൂമേഴ്സിന് വാങ്ങാൻ പറ്റുമായിരുന്നതല്ല. അതുകൊണ്ട് തന്നെ ഈ കഴിഞ്ഞ ഓണത്തിന് മായം ചേർന്ന എണ്ണ ധാരാളമായിട്ട് പിടിച്ചെടുക്കപ്പെട്ടു. നമ്മളത് കേട്ടു. അതുപോലെ എത്രയോ ടൺ എണ്ണ ഇവിടുത്തെ പാവപ്പെട്ട മനുഷ്യരുടെ ഉദരത്തിൽ എത്തിക്കാണും, പിടിച്ചെടുത്തത് കൂടാതെ തന്നെ. അപ്പൊ എന്തായാലും ആ തിരുവോണം കഴിഞ്ഞുപോയി. പക്ഷെ തിരുവോണത്തിന് തൊട്ട് മുൻപുള്ള സമയങ്ങളിൽ വന്ന അതായത് ഗവൺമെന്റ് ഓഫ് കേരള കേന്ദ്രത്തോട് കൂടുതൽ അരി ചോദിച്ചു. കൂടുതൽ അരി ചോദിച്ചപ്പോൾ, സാധാരണ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ അരി ചോദിച്ചപ്പോൾ കേന്ദ്രം അത് പുറത്തു നിന്ന്, അതായത് വില കൊടുത്തു വാങ്ങാനുള്ള ഒരു നിർദ്ദേശം നൽകി. അപ്പൊ അതിനെ പറ്റി ഉള്ള ഒരു ആർഗ്യുമെന്റ് ഇവിടെ കേരളത്തിൽ നിന്നുള്ള ഒരു കേന്ദ്രമന്ത്രിയും കേരളത്തിൽ തന്നെയുള്ള ഭക്ഷ്യമന്ത്രിയും തമ്മിൽ ഉണ്ടായതായിട്ട് നമുക്കറിയാം. ഇവിടുത്തെ ഭക്ഷ്യമന്ത്രി പറയുന്നു പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം, അതായത് പൊതുവിതരണ സമ്പ്രദായം, അതായത് റേഷൻ കൊടുക്കുന്നത് സംസ്ഥാന ഗവൺമെന്റിന്റെ ചെലവിലാണ് പൊതുവിതരണ സമ്പ്രദായവും റേഷനും ഒക്കെ നടപ്പാക്കുന്നത് എന്നായിരുന്നു ഇവിടുത്തെ കൃഷി മന്ത്രിയുടെ അഭിപ്രായം. കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രി പറഞ്ഞു, കേന്ദ്രമന്ത്രി എന്ന് പറയുമ്പോൾ ഒരു മന്ത്രിയാണ് പറഞ്ഞ മന്ത്രിയുടെ പേര് ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല. മന്ത്രി പറഞ്ഞു അത് കേന്ദ്രമാണ് മുഴുവൻ തരുന്നത് എന്ന്. അപ്പൊ ഈ രണ്ടുപേരും പറഞ്ഞത് വലിയ തെറ്റുകൾ തന്നെയാണ്. കാരണം രണ്ടുപേരും ശരിയുടെ അടുത്ത് പോലും എത്താത്ത രീതിയിലുള്ള കണക്കുകളാണ് പറഞ്ഞത്. അതെന്തുമാകട്ടെ, നമ്മൾ ഓർക്കണം 1945 ബംഗാൾ ഫാമിൻ കേട്ടിട്ടുണ്ടാകുമല്ലോ എൻ്റെ സുഹൃത്തുക്കൾ. ഈ ബംഗാൾ ഫാമിൻ 1943 ബംഗാൾ ഫാമിൻ 35 ലക്ഷം പേരാണ് ആ ഫാമിനിൽ ബംഗാളിൽ മാത്രം മരിച്ചത്. അപ്പൊ ബംഗാളിന്റെ ചുറ്റുവട്ടത്തിലുള്ള പല പ്രദേശങ്ങളിലും അതായത് ഇന്ത്യയുടെ ഒരു പ്രത്യേകത എടുക്കുകയാണെങ്കിൽ ഒരു 3 വർഷത്തിൽ ഒരിക്കൽ പട്ടിണി വർഷമായിരിക്കും, പട്ടിണി മരണത്തിന്റെ വർഷമായിരിക്കും. ഒന്നുകിൽ മഴയില്ലായ്മ, അല്ലെങ്കിൽ വെള്ളപ്പൊക്കം. ഈ 2 തരത്തിലും കൃഷി നശിച്ചു പോവുകയും പട്ടിണിയിലാണ്ടുകയും പോവുകയും ചെയ്യുന്ന രാജ്യമായിരുന്നു ഇന്ത്യ. ഇന്ത്യ എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ പോലെ ഒറ്റ രാജ്യം എന്ന് ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്ന ഒരു രാജ്യം എന്ന് വിചാരിക്കരുത്. 500-ലധികം നാട്ടുരാജ്യങ്ങൾ ചേർന്ന ഒന്നായിരുന്നു ഇന്ത്യ എന്ന മഹാരാജ്യം. അപ്പൊ ആ രാജ്യത്ത് ഇങ്ങനെ പട്ടിണിയൊക്കെ വരുമ്പോ എല്ലാ കാലഘട്ടത്തിലും അമേരിക്കയിൽ നിന്നുള്ള PL 480 പബ്ലിക് ലോ 480, അമേരിക്കയുടെ ഒരു പബ്ലിക് ലോ 480 അനുസരിച്ച് ഉള്ള അരിയും ധാന്യങ്ങളും മറ്റതുപോലെയുള്ള ഭക്ഷ്യ ഉൽപ്പന്നങ്ങളും, ഉദാഹരണം മെയ്സ് ഒക്കെ ധാരാളമായിട്ട് അമേരിക്കയിൽ നിന്ന് ഇന്ത്യക്ക് കിട്ടുകയും ഇന്ത്യ ഉപജീവനം നടത്തുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇന്ത്യ അമേരിക്കയെ
1965 സ്വാതന്ത്ര്യത്തിന് മുൻപുള്ള കാലം പോട്ടെ, സ്വാതന്ത്ര്യത്തിന് ശേഷവും ഇതൊക്കെ തന്നെ തുടർന്നുകൊണ്ടിരുന്നു. അങ്ങനെ ബംഗാൾ ഫാമിന്റെ സമയത്തൊക്കെ അമേരിക്കയിൽ ധാരാളം സഹായം കിട്ടിയതാണ്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ 1950കളിലും ഒക്കെ ഇത് തന്നെയാണ് ആവർത്തിച്ചു കൊണ്ടിരുന്നത്. 1960കളിൽ 65, 66, 66, 67 ഈ 2 വർഷങ്ങളും വലിയ വരൾച്ചാ വർഷങ്ങളായിരുന്നു. വലിയ തോതിൽ കൃഷിയെല്ലാം നശിച്ച്, ഇന്ത്യ മുഴുവനും കൃഷിയൊക്കെ നശിച്ച്, അങ്ങനെ അമേരിക്കയിൽ നിന്ന് കിട്ടിയ ധാന്യം ഒന്നും പോരാതെ നമ്മൾ വീണ്ടും അന്ന് ശ്രീമതി മിസസ് ഗാന്ധി അമേരിക്കയോട് ആവശ്യപ്പെടുന്നു. അപ്പൊ ലിൻഡൻ ബി ജോൺസൺ ആയിരുന്നു അമേരിക്കൻ പ്രസിഡന്റ്. നിങ്ങൾ എപ്പോഴും ഇങ്ങനെ കൈക്കുമ്പിൾ നീട്ടാതെ നിങ്ങൾ സ്വാശ്രയത്വത്തിലേക്ക് പോകണം എന്ന് പറഞ്ഞാണ് അദ്ദേഹം കുറച്ചുകൂടി PL 480 അനുസരിച്ച് കുറച്ചുകൂടി ധാന്യം തന്നു. അതിലും കൂടുതൽ ആവശ്യപ്പെട്ടപ്പോൾ കണ്ടീഷൻസ് വെച്ചു. അങ്ങനെ നമ്മുടെ കറൻസി 36% ഡീവാല്യൂ ചെയ്യേണ്ടി വന്നു. അതായിരുന്നു ഒരു കണ്ടീഷൻ. ഡോളറും ഇന്ത്യൻ കറൻസിയും സ്വാതന്ത്ര്യ ദിനത്തിന്റെ അന്ന് $1 വാസ് ഈക്വൽ ടു $1. ആ കറൻസിയാണ് 36% ഡീവാല്യൂ ചെയ്തു. എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം? 36 രൂപ ഈസ് ഈക്വൽ ടു $1 എന്ന രീതിയിൽ ഇന്ത്യൻ കറൻസിയെ ഡീവാല്യൂ ചെയ്യേണ്ടി വന്നു. അത് ശ്രീമതി മിസസ് ഗാന്ധിയുടെ കുഴപ്പം കൊണ്ടായിരുന്നില്ല. അന്ന് ഇന്ത്യയെ മരണത്തിലേക്ക് തള്ളിവിടാതെ ഒരുപാട് ജനലക്ഷങ്ങളെ പിടിച്ചു നിർത്തണമെങ്കിൽ ആ ഒരു കണ്ടീഷൻ, ആ ഒരൊറ്റ ഉപാധിയെ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെയാണ് അത് ചെയ്തത്. പക്ഷേ ലിൻഡൻ ബി ജോൺസൺ അതിനോടൊപ്പം തന്നെ നമ്മളെ സ്വയം പര്യാപ്തത, ഭക്ഷ്യ സ്വയം പര്യാപ്തതയിലേക്ക് നയിക്കാൻ ഒരു സഹായം ചെയ്തു. അപ്പോൾ വില്യം ഗാർഡ് എന്ന കാർഷിക ശാസ്ത്രജ്ഞൻ, അദ്ദേഹത്തോടൊപ്പം നോർമൻ ബോർലോഗ്, അദ്ദേഹവും അമേരിക്കൻ ശാസ്ത്രജ്ഞനായിരുന്നു. അദ്ദേഹവും വില്യം ഗാർഡും ഒക്കെയും കൂടിയാണ് ഹൈ ഈൽഡിംഗ് വെറൈറ്റി സീഡ്സ് ഒക്കെ ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്. അങ്ങനെ മെക്സിക്കോയിൽ വളർത്തിയെടുത്ത, ഇവരൊക്കെ തന്നെ ചേർന്ന് മെക്സിക്കോയിൽ വളർത്തിയെടുത്ത ഹൈ ഈൽഡിംഗ് വെറൈറ്റി വീറ്റ്, പിന്നെ ഫിലിപ്പീൻസിൽ വളർത്തിയെടുത്ത ഹൈ ഈൽഡിംഗ് വെറൈറ്റി റൈസ്, ഇവയെല്ലാമായിട്ട് ഇവരെ ഇങ്ങോട്ട് അയക്കുന്നു. അങ്ങനെ ഇന്ത്യയില് കാർഷിക വിപ്ലവത്തിന് ബീജാവാപം ചെയ്യുന്നതിനുള്ള സഹായം ലിൻഡൻ ബി ജോൺസൺ അന്ന് ചെയ്തു. അതിന്റെ ഫലമാണ്, അതായത് സ്വതന്ത്ര ഇന്ത്യയിൽ 1950 50.8 ദശലക്ഷം ടൺ അരി ഭക്ഷ്യോൽപാദനം മാത്രം ഉണ്ടായിരുന്ന ഇന്ത്യ ഇന്ന് 335 ദശലക്ഷം മെട്രിക് ടൺ അരിയിലേക്ക് മാറിയത് ആ സഹായത്തിന്റെ, ആ കാൽവെപ്പിന്റെ അനന്തരഫലമാണ്. താങ്ക്സ് ടു മിസിസ് ഗാന്ധി ആൻഡ് താങ്ക്സ് ടു ലിൻഡൻ ബി ജോൺസൺ, താങ്ക്സ് ടു നോർമൻ ബോർലോഗ്, താങ്ക്സ് ടു വില്യം ഗാർഡ്. അതിന്റെ ഒക്കെ ചുക്കാൻ പിടിച്ചത് നമ്മുടെ MS സ്വാമിനാഥനാണ്. അതും നമുക്ക് മറക്കാൻ പാടില്ല. ഇന്ത്യയില് ഈ കാർഷിക വിപ്ലവത്തിന്റെ ചുക്കാൻ പിടിക്കാനായിട്ട് മിസസ് ഗാന്ധി ഏൽപ്പിച്ചു കൊടുക്കുന്നത് സ്വാമിനാഥനെയായിരുന്നു. ഓക്കെ, അങ്ങനെ വന്ന് കാർഷിക വൃത്തിയിലൂടെ നാം വളർന്നു. ഇതൊക്കെ നമ്മുടെ ഈ പ്രിയപ്പെട്ടവർക്ക് അറിയാമോ, ഈ പറയപ്പെട്ട മന്ത്രിമാർക്ക് അറിയാമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും 1957 ഒരു അശോക് മേത്ത കമ്മിറ്റി വന്നു. അശോക് മേത്ത കമ്മിറ്റി വന്നപ്പോഴൊക്കെ കേരളത്തിൽ നിന്നുള്ള നേതാക്കന്മാര് അവിടെ കേരളത്തിന്റെ ഭൂപ്രകൃതി പറഞ്ഞു. അതായത് നെല്ലിന്റെ കാര്യത്തില് സ്വയം പര്യാപ്തത, ഭക്ഷ്യ ഉൽപ്പന്നത്തിന്റെ കാര്യത്തില് സ്വയം പര്യാപ്തത കേരളത്തെ സംബന്ധിച്ച ബുദ്ധിമുട്ടാണ്. അന്നും കേരളത്തിലെ ആവശ്യത്തിന്റെ ഒരു 40% താഴെ മാത്രമേ ഇവിടെ അരി ഉൽപ്പാദിപ്പിക്കുന്നുള്ളൂ. ബാക്കി നമുക്ക് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കൊണ്ടുവരണമായിരുന്നു. അതിന്റെ കാരണം നമ്മുടെ ഈ പ്ലാന്റേഷൻ ക്രോപ്സ്, അതായത് തോട്ടവിളകളാണ് കേരളത്തിന് അനുയോജ്യം, കേരളത്തിൽ കൂടുതലും. അങ്ങനെ പറഞ്ഞപ്പോൾ അത് മാത്രവുമല്ല, അത് അശോക് മേത്ത കമ്മിറ്റി റിപ്പോർട്ടിലും അവരത് സൂചിപ്പിക്കുന്നുണ്ട്. തോട്ടവിളകൾ വളരെ പ്രധാനമാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം. കാരണം നമ്മുടെ എന്താ പറയുക, സ്പൈസസ്, ടീ, കോഫി, ഇതൊക്കെ നമ്മൾ വലിയ തോതിൽ കയറ്റുമതി ചെയ്ത് നമ്മുടെ അന്താരാഷ്ട്ര ബിസിനസിന്റെ വളരെ പ്രധാനപ്പെട്ട ഭാഗമായി ഇരിക്കുകയാണ് ഈ തോട്ടവിളകൾ. അപ്പൊ കേരളം ആ തോട്ടവിളകളിൽ കോൺസെൻട്രേറ്റ് ചെയ്തുകൊള്ളൂ. കേരളത്തിന് എല്ലാ കാലത്തും ആവശ്യത്തിനുള്ള ഭക്ഷ്യോൽപ്പന്നം കേന്ദ്രം തന്നിരിക്കും. ആ കണ്ടീഷനാണ് അശോക് മേത്ത കമ്മിറ്റി പിന്നെ കേരളത്തോട് പറഞ്ഞത്. ആ കമ്മിറ്റിയാണ് എപ്പോഴും ആ വാഗ്ദാനമാണ് നമ്മൾ എപ്പോഴും ഉയർത്തി കാണിക്കേണ്ടത്, കേന്ദ്രത്തോട് അരി ചോദിക്കുമ്പോഴും ഒക്കെ. അപ്പൊ അങ്ങനെ അശോക് മേത്ത കമ്മിറ്റി റിപ്പോർട്ട് ചെയ്യുന്നു. നമ്മൾ പിന്നെ പ്ലാന്റേഷൻ ക്രോപ്സിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. ആ പ്ലാന്റേഷൻ ക്രോപ്സിൽ കോൺസെൻട്രേറ്റ് ചെയ്ത്
അവസാനം ഇപ്പൊ എന്ത് സംഭവിച്ചു എന്നറിയാമോ? അതായത് 1975 നമുക്ക് ആവശ്യമുള്ള അരിയുടെ 40% ഇവിടെ ഉൽപ്പാദിപ്പിച്ചിരുന്നെങ്കിൽ ഇപ്പോ നമുക്ക് ആവശ്യമുള്ള അരിയുടെ 10-12% അല്ലെങ്കിൽ മാക്സിമം 15%. അരിയാഹാരം കുറഞ്ഞു കേരളത്തില്, കഴിക്കുന്നവര് കുറച്ചാണ് കഴിക്കുക. എന്നിട്ടും 15% ആവശ്യത്തിന് ഇപ്പൊ ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നുള്ളൂ. ബാക്കിയെല്ലാം നമുക്ക് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് സപ്ലൈകോ വഴി നമ്മൾ വാങ്ങിക്കുന്നു, അല്ലെങ്കിൽ അല്ലാതെ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്നു. പിന്നെ നമുക്ക് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം വഴിയും വാങ്ങിക്കുന്നു. അപ്പൊ ഈ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിന്റെ കാര്യം പറഞ്ഞിട്ടാണ് നമ്മുടെ മന്ത്രിമാര്, കേന്ദ്രമന്ത്രിയും സംസ്ഥാന മന്ത്രിയും തമ്മിൽ അതായത് മാധ്യമങ്ങൾ വഴിയാണ് അവർ നേരിട്ടല്ല സംസാരിച്ചത്. മാധ്യമങ്ങളിലൂടെ വന്ന റിപ്പോർട്ടുകൾ രണ്ടുപേരും രണ്ടു തരത്തിൽ പറഞ്ഞത്. ഒരാൾക്ക് കേന്ദ്രമന്ത്രി കേന്ദ്രത്തെ വകയാണ് എന്ന് പറഞ്ഞു, സംസ്ഥാന മന്ത്രി സംസ്ഥാനത്തിന്റെ ചെലവിലാണ് റേഷനിങ് നടക്കുന്നത്, അല്ലെങ്കിൽ PDS നടക്കുന്നത് എന്നാണ് പറഞ്ഞത്. അപ്പൊ യഥാർത്ഥത്തിൽ 1966 പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം കൊണ്ടുവന്നതിന് ശേഷം 1997 ടാർഗറ്റഡ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം കൊണ്ടുവന്നു. അങ്ങനെയുള്ള മാറ്റങ്ങളൊക്കെ കൊണ്ടുവന്നത് ഈ ഭക്ഷ്യോൽപാദനം കുറവുള്ള സംസ്ഥാനങ്ങളിലും അത് കൃത്യമായി ലഭ്യമാക്കണം എന്ന കേന്ദ്ര തീരുമാനം കൊണ്ട് തന്നെയാണ്. പക്ഷേ നമുക്ക് ഓർമ്മിക്കേണ്ട ഒരു കാര്യം, സ്വാമിനാഥൻ കമ്മീഷൻ 2002 അപ്പോയിന്റഡ് ആയ സ്വാമിനാഥൻ കമ്മീഷൻ, ആ കമ്മീഷൻ 2002 കമ്മീഷനെ അപ്പോയിന്റ് ചെയ്തത് വാജ്പേയി ഗവൺമെന്റ് ആണ്. പക്ഷെ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് 2004 അത് മൻമോഹൻ സിംഗ് ഗവൺമെന്റിലാണ്, അതായത് UPA 1 ഗവൺമെന്റിന്റെ മുൻപിലാണ് റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. 2006 ആ കമ്മീഷനിൽ റിപ്പോർട്ടില് സ്വാമിനാഥൻ പറഞ്ഞിരുന്നത് MSP മിനിമം സപ്പോർട്ട് പ്രൈസ്, കർഷകരുടെ ദുരിതത്തിൽ നിന്ന് അവരെ രക്ഷിക്കുകയും കാർഷിക മേഖലയെ പുനരുദ്ധരിക്കുകയും ചെയ്യണമെങ്കിൽ പ്രധാനപ്പെട്ട വിളകൾക്കെങ്കിലും മിനിമം സപ്പോർട്ട് പ്രൈസ് കൊടുത്തിരിക്കണം. അത് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ചേർന്ന് വേണം മിനിമം സപ്പോർട്ട് പ്രൈസ് കൊടുക്കാൻ. എങ്ങനെയാണ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കണക്ക് കൂട്ടേണ്ടത്? ഫാമിലിയിൽ നിന്ന് എടുക്കുന്ന, കുടുംബത്തിൽ നിന്ന് എടുക്കുന്ന ഇൻപുട്സ്. അതെന്താണ് അദ്ദേഹം അങ്ങനെ പ്രത്യേകിച്ച് കുടുംബത്തെ എടുത്തു പറയാൻ കാരണം? ഇന്ത്യയിലെ കൃഷി അമേരിക്കൻ കൃഷി പോലെയല്ല. അമേരിക്കൻ കൃഷി കോർപ്പറേറ്റ് കൃഷിയാണ്. അമേരിക്കയിലെ 2% ജനങ്ങളെ കോർപ്പറേറ്റ് കൃഷിയിൽ ഏർപ്പെട്ടിട്ടുള്ളൂ. നേരെ മറിച്ച് ഇന്ത്യയിലെ അന്ന് ഈ സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ടൊക്കെ തയ്യാറാക്കുന്ന സമയത്ത് ഒരു 65-70% പേര് കൃഷിയെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. ഇന്ന് 48% പേര് കൃഷിയെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. അപ്പൊ അങ്ങനെ കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്ന 48%, അതായത് ഇപ്പോഴത്തെ 146 കോടി 39 ലക്ഷം ജനങ്ങളാണ് ഇന്ത്യയുടെ ഇന്നത്തെ ജനങ്ങൾ. അതിന്റെ 48% കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ കൃഷിഭൂമി നാമമാത്ര ചെറുകിട കൃഷിഭൂമികളാണ്. വൻകിട കൃഷിഭൂമികൾ നമുക്ക് വളരെ കുറവാണെന്നർത്ഥം. അപ്പോ സ്വാമിനാഥൻ റിപ്പോർട്ടിൽ പറഞ്ഞത് ഈ നാമമാത്ര ചെറുകിട കർഷകരെ സഹായിക്കാനായിട്ട്, വൻകിട ഉണ്ടെങ്കിൽ അവരെയും സഹായിക്കാനായിട്ട് മിനിമം സപ്പോർട്ട് പ്രൈസ് ഏറ്റവും പ്രധാനപ്പെട്ട 24 വിളകൾക്ക് കൊടുക്കണമെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിളകൾക്ക് കൊടുക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. പിന്നെ ഒരു കമ്മിറ്റി, ആ കമ്മിറ്റി തന്നെ കൂടി ആ 24 വിളകളെ തീരുമാനിക്കുന്നു. അതിനകത്ത് കേരളത്തിൽ നിന്നുള്ള പ്രധാനപ്പെട്ട 2 വിളകളെ ഉള്ളൂ, കൊപ്രയും അരിയും. അപ്പൊ ഈ കൊപ്രയ്ക്കും അരിക്കുമാണ് നമുക്ക് കേരളത്തിന് ഗവൺമെന്റിന്റെ മിനിമം സപ്പോർട്ട് പ്രൈസ് കിട്ടുന്നത്. അങ്ങനെ കൊപ്രയ്ക്കും അരിക്കും കിട്ടുന്ന മിനിമം സപ്പോർട്ട് പ്രൈസിന്റെ അവസ്ഥ പോലും കേരളത്തിൽ ഇപ്പോൾ എന്താണ് എന്ന് നമുക്കറിയാം. സമയത്ത് കൊപ്ര സംഭരിക്കാറില്ല, കൊപ്ര കർഷകർക്ക് അതിന്റെ ധനം കിട്ടാറില്ല. അതിനേക്കാൾ കഷ്ടമല്ല, ശരിക്കും പറഞ്ഞാൽ അതിനേക്കാൾ കുറച്ചും കൂടി പ്രയോജനമുണ്ട് നെൽ കർഷകർക്ക്. അവർക്ക് പാഡി റെസീറ്റ് ഷീറ്റ് ആണ് കൊടുക്കുന്നത്. എന്ന് വെച്ചാല് അവരുടെ നെല്ല് സംഭരിക്കുമ്പോൾ അവർക്കൊരു കടപ്പത്രം കൊടുക്കുന്നു, അതായത് പാഡി റെസീറ്റ് ഷീറ്റ് എന്നുള്ള ഒരു റെസീറ്റ് കൊടുക്കുന്നു. ഈ റെസീറ്റ് ബാങ്കിൽ കൊണ്ടുപോയി കൊടുത്താൽ ബാങ്കിൽ നിന്ന് അവർക്ക് അതിനകത്ത് എത്ര രൂപയാണ് വായ്പ വേണ്ടത് അത്രയും രൂപ, അർഹതയുള്ളതനുസരിച്ചുള്ള രൂപ വായ്പ കിട്ടും. വായ്പ കിട്ടിക്കഴിഞ്ഞ ഏതെങ്കിലും സമയത്താണ് ഗവൺമെന്റ് ആ ബാങ്കുകാർക്ക് ഈ പണം നൽകുന്നത്. ഈ പണവും അതായത് ആ കർഷകന് അർഹതയുള്ള പണം ബാങ്കിന് ഗവൺമെന്റ് കൊടുക്കുന്നു. അത് ഏതെങ്കിലും സമയത്ത്. എന്തുകൊണ്ട് ഏതെങ്കിലും സമയത്ത് എന്ന് പറഞ്ഞാല്
കേരളത്തിലെ നെല്ലിന്റെ സംഭരണത്തിന് ഒരു വലിയ പാകപ്പിഴയുണ്ട്. ഈ അടുത്ത കാലത്താണ് അത് തുടങ്ങിയത്. തുടക്കത്തിൽ അങ്ങനെയൊന്നും അല്ലായിരുന്നു. അതായത് UPA ഗവൺമെന്റിന്റെ കാലത്ത്, ഉമ്മൻചാണ്ടി ഭരിച്ചിരുന്ന കാലത്തൊന്നും ഈ പാരി റെസീറ്റ് ഷീറ്റ് ഒന്നും അല്ല കർഷകർക്ക് കൊടുത്തിരുന്നത്. അവർക്ക് നേരിട്ട് നെല്ലിന്റെ സംഭരണ വില തന്നെയാണ് കൊടുത്തിരുന്നത്. ഇപ്പോഴാണ് ഈ പാരി റെസീറ്റ് ഷീറ്റ് കൊടുക്കാൻ തുടങ്ങിയത്. കർഷകരുടെ മുഖത്തടിക്കുന്നതിന് തുല്യമാണ് ഈ പാരി റെസീറ്റ് ഷീറ്റ് അവർക്ക് കൊടുക്കുന്നത്. അത് കർഷകനായാല് കൃഷി ഏതെങ്കിലും തരത്തിലുള്ള കൃഷി ചെയ്താൽ മാത്രമേ മനസ്സിലാകുള്ളൂ. അപ്പൊ അങ്ങനെ ഇരിക്കെ ഈ പാരി റെസീറ്റ് ഷീറ്റ്, എന്തുകൊണ്ടാണ് പാരി റെസീറ്റ് ഷീറ്റ് കൊടുക്കേണ്ടി വരുന്നത്? ഒരു കടപ്പത്രം കൊടുക്കുന്നത് പോലെ. കാരണം കേരളം സംഭരിക്കുന്ന നെല്ലിന് കേന്ദ്രം തീരുമാനിച്ചിരിക്കുന്ന വിലയ്ക്ക് ആ സംഭരണ വില കേന്ദ്രം തരും. അതായത് സംഭരണ വില മാത്രമല്ല, സംഭരണത്തിന് വരുന്ന മറ്റ് ചെലവുകള്, അത് അരിയാക്കുമ്പോൾ വരുന്ന ചെലവുകൾ, ഇതെല്ലാം കഴിഞ്ഞ് അത് ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യക്ക് കൈമാറുന്നത് വരെയുള്ള എല്ലാ ചെലവുകളും, ആ ചെലവുകളിൽ കേന്ദ്രം നിർദ്ദേശിച്ചിരിക്കുന്ന തുക, മിനിമം സപ്പോർട്ട് പ്രൈസ് കേന്ദ്ര ഗവൺമെന്റ് ആണ് തീരുമാനിച്ചിരിക്കുന്നത്. ആ തീരുമാനിച്ചിരിക്കുന്ന വില കേന്ദ്ര ഗവൺമെന്റ് ഒട്ടുമിക്ക വർഷങ്ങളിലും അത് വർദ്ധിപ്പിക്കുന്നുമുണ്ട്. അത് കേന്ദ്രം തരും. പക്ഷെ എപ്പോഴാണ് തരുന്നത് ഓഡിറ്റഡ് റിപ്പോർട്ട്. കേരളം നെല്ല് വാങ്ങി അത് അരിയാക്കി സംഭരിച്ച് FCIയെ ഏൽപ്പിച്ചു എന്ന് പറയുന്നത് വരെയുമുള്ള എല്ലാ ചെലവുകളും നിർവഹിച്ചതിന് ശേഷം അതിന്റെ ഇന്റേണൽ ഓഡിറ്റിംഗ് നടത്തണം. ആ ഇന്റേണൽ ഓഡിറ്റ് റിപ്പോർട്ട് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ കണ്ട് അവരുടെ CAG, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ റിപ്പോർട്ട്, ആ റിപ്പോർട്ട് കേന്ദ്രത്തിൽ എത്തുമ്പോഴാണ് ഈ പണം നമുക്ക് കിട്ടുന്നത്, സംസ്ഥാനത്തിന് കിട്ടുന്നത്. അത് ഒരിക്കലും സമയത്ത് സംസ്ഥാന ഗവൺമെന്റ് പണം കൊടുക്കാറില്ല. ഓഡിറ്റ് റിപ്പോർട്ട് കേന്ദ്രത്തിലേക്കോ അല്ലെങ്കിൽ CAGയുടെ മുമ്പിലോ എത്താറില്ല. അതുകൊണ്ടാണ് കർഷകർ ഇതുപോലെ കഷ്ടത്തിന്റെ വലയിലേക്ക് എടുത്തെറിയപ്പെടുന്നത്. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അപ്പോഴാണ് അങ്ങനെ ഉള്ള ആ ഒരു സാഹചര്യം കൊണ്ടാണ് ഗവൺമെന്റ് ഈ രണ്ട് മന്ത്രിമാരും തമ്മിൽ ഇങ്ങനെ ഒരു വാഗ്വാദം, ഒരു ചർച്ച നടത്തിയത് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ഇപ്പൊ നമ്മൾ കർഷകരെ ചേർത്ത് പിടിക്കുന്നു. ഇപ്പോഴും ഈ പ്രാവശ്യത്തെ നെല്ലിന്റെ വില നമ്മുടെ KPCCയുടെ പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നു, ഇപ്പോഴും കർഷകരുടെ താങ്ങുവില കൊടുത്തിട്ടില്ല, നെല്ലിന്റെ സംഭരണ വില കൊടുത്തിട്ടില്ല എന്ന് അദ്ദേഹം ഈ അടുത്ത ദിവസവും പറഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ പത്രത്തിലോ എങ്ങാണ്ട് ഞാനത് കണ്ടു, കൊടുത്തിട്ടില്ല എന്ന്. അപ്പൊ ഇപ്പോഴും പാരി റെസീറ്റ് ഷീറ്റും നോക്കി നമ്മുടെ കർഷകർ ഇരിക്കുകയാണ്. ഞാന് കൃഷിയെ പറ്റി പഠിക്കാൻ പാലക്കാട് പോയപ്പോൾ അവിടെ തന്നെ 100-200 കർഷകരെ വീട്ടിൽ ചെന്ന് ഞാൻ കണ്ടു. അപ്പൊ അവരെന്നോട് പറഞ്ഞതുണ്ട്, ഒരു കൃഷി ഇറക്കി കഴിഞ്ഞാല്, കൃഷി ഇറക്കുന്നതിന് മുമ്പ് പണ്ടം എന്ന് അവര് സ്വർണത്തിന് പറയുന്നത്, സ്വർണ്ണാഭരണങ്ങളൊക്കെ പണയം വെച്ച പണം കൊണ്ടാണ് കൃഷി ഇറക്കുന്നത്. ആ കൃഷിയുടെ വിളവെടുപ്പ് കഴിഞ്ഞ് നെല്ല് വിൽക്കുമ്പോൾ പണ്ടമൊക്കെ തിരിച്ചെടുക്കും. വീണ്ടും കൃഷി ഇറക്കാൻ നേരത്ത് അന്ന് ഈ പാരി റെസീറ്റ് ഷീറ്റ് ഒന്നും ഇല്ല. അന്ന് ഗവൺമെന്റ് നേരിട്ട് പണം കൊടുത്താണ് നെല്ല് സംഭരിച്ചിരുന്നത്. അങ്ങനെ അവര് വളരെ സന്തോഷമായിട്ടാണ് കർഷകർ അന്ന് സംസാരിച്ചത്. പക്ഷെ ഇപ്പൊ അവർക്ക് നെല്ല് സംഭരിക്കുന്നതിന്റെ പണം പാരി റെസീറ്റ് ഷീറ്റ് ആയിട്ടാണ് കിട്ടുന്നത്, പണമായിട്ടല്ല കിട്ടുന്നത്. അപ്പൊ അവരുടെ ഈ സ്വർണ്ണ പണ്ടം പണയം വെക്കലോ തിരിച്ചെടുക്കലോ നടക്കില്ല. അത് പണമായിട്ട് കിട്ടിയാലല്ലേ അവർക്ക് പോയി പണയം വെച്ച സ്വർണം എടുക്കാനൊക്കെയുള്ളൂ. പിന്നെയും കൃഷി ഇറക്കാൻ നേരത്തെ ആ സ്വർണം പണയം വെക്കാനൊക്കെയുള്ളൂ. ഇത് പാലക്കാട്ടെ അവസ്ഥയായിരുന്നു. ഇപ്പോഴത്തെ പാലക്കാട്ടെ അവസ്ഥ ഇതൊക്കെ തന്നെയായിരിക്കും. അവരിത് കേൾക്കുമ്പോൾ അത് ഓർക്കും. അപ്പൊ ഇങ്ങനെ ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ അശോകിന്റെ കഥ, അശോക് എന്ന IAS-കാരൻ എവിടെയൊക്കെ ഓഫീസറായിട്ട് ഇരുന്നിട്ടുണ്ടോ അവിടെയൊക്കെ വളരെ നല്ലവണ്ണം പെർഫോം ചെയ്തിട്ടുള്ള കാര്യക്ഷമതയുള്ള ഒരു IAS-കാരനാണ്. അങ്ങനെ വളരെ കുറച്ച് IAS-കാരെ കാര്യക്ഷമതയോടെ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അങ്ങനെ കാര്യക്ഷമതയുള്ള ഒരു IAS-കാരന് എന്താ ഇപ്പൊ പറ്റിയിരിക്കുന്നത്? അദ്ദേഹം ഇപ്പോ IBRD, ഇന്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെന്റ്, IBRD, അതായത് നമ്മൾ വേൾഡ് ബാങ്ക് എന്ന് പറയുന്ന ആ ബാങ്കിന്റെ ഒരു വായ്പ, കേരളത്തിന്റെ കൃഷിയുടെ സമഗ്ര വികസനം, അതായത് ഈ കാലാവസ്ഥ വ്യതിയാനം ഒക്കെ കാരണം കേരളത്തിന്റെ കൃഷി വലിയ തരത്തിൽ അടിതെറ്റി നിൽക്കുകയാണ് ഇപ്പോൾ. ആ സമയത്താണെന്ന് ഓർക്കണം ഈ സംഭരണ വില കർഷകർക്ക് കിട്ടാത്തത്. അപ്പൊ അങ്ങനെ അടിതെറ്റിയ കൃഷിയെ രക്ഷപ്പെടുത്താൻ വേണ്ടി വേൾഡ് ബാങ്കിന്റെ ഒരു വായ്പ, ആ വായ്പയുടെ തുക എത്രയാണ്? $200 ബില്യൺ വായ്പയാണ് 2024 ആ ബാങ്ക് വായ്പ കിട്ടുന്നത്. അതായത് $200 മില്യൺ എന്ന് പറയുമ്പോൾ അതിന്റെ അന്നത്തെ വില അനുസരിച്ചാണെങ്കിൽ
1763 കോടി 56 ലക്ഷമായിരുന്നു അന്നത്തെ മൂല്യം അനുസരിച്ച്. ഇന്നത്തെ മൂല്യം അനുസരിച്ചാണെങ്കിൽ ഡോളർ വാല്യൂ മൂല്യത്തിൽ ഇപ്പോ മാറ്റം വന്നിട്ടുണ്ട്. അതനുസരിച്ചാണെങ്കിൽ 1600 കോടിക്ക് ചുറ്റുവട്ടത്തിലേ വരുള്ളൂ. ഏതായാലും 1763 കോടിയുടെ വായ്പ കിട്ടി. ആ വായ്പ മുഴുവനും കിട്ടിയില്ല കേട്ടോ. ആദ്യ ഗഡു 139 കോടിയാണെന്നാണ് എന്റെ ഓർമ്മ. കിട്ടുന്നു കഴിഞ്ഞ 2024 അവസാനം 139 കോടി. അത് കിട്ടിക്കഴിഞ്ഞാൽ വേൾഡ് ബാങ്കിന്റെ ഒരു കണ്ടീഷൻ ഉണ്ട്, 15 ദിവസത്തിനകം ആ വകുപ്പില് ആ ഫണ്ട് എത്തിയിരിക്കണം. പക്ഷെ ഇവിടെ എമൗണ്ട് എത്തി, അത് ധനവകുപ്പിൽ നിന്ന് എവിടെ പോയോ ആരും കണ്ടില്ല. ഏതായാലും കാർഷിക മേഖലയ്ക്ക് അത് കിട്ടിയില്ല. സമയത്ത് കിട്ടാതിരുന്നപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവിടുത്തെ പ്രിൻസിപ്പൽ സെക്രട്ടറി, കാർഷിക മേഖലയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരിക്കുന്ന ബി അശോക്, അദ്ദേഹം എവിടെ ഇരുന്നിട്ടുണ്ടോ അവിടെയൊക്കെ അദ്ദേഹത്തിന്റെ കാൽച്ചുവടുകൾ പതിപ്പിച്ചിട്ടുണ്ട്. അത്ര മിടുക്കനായ ഒരു IAS ഓഫീസറാണ്. അപ്പൊ അദ്ദേഹം ഇത് മനസ്സിലാക്കിക്കൊണ്ട് ഇതിന്റെ എൻക്വയറി നടത്തി ഇതിനെപ്പറ്റി അന്വേഷിക്കുന്നു. അന്വേഷണത്തിന്റെ ഫലം രണ്ടായാലും മാധ്യമങ്ങളിലൊക്കെ വന്നു. അങ്ങനെ മാധ്യമങ്ങളിൽ വന്നപ്പോൾ ഇത് അദ്ദേഹമാണ് പുറത്തുവിട്ടത് എന്ന രീതിയിൽ അദ്ദേഹത്തിന് സ്ഥാനചലനം നൽകുന്നു. അദ്ദേഹത്തിനെ കൃഷിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റി KTDFCയുടെ ചെയർമാനായി നിയമിച്ചു. പക്ഷെ ആ നിയമനം അദ്ദേഹം അംഗീകരിക്കാൻ തയ്യാറായില്ല. മിടുക്കൻ. അദ്ദേഹത്തിന് നമ്മൾ സത്യം പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഉദ്യോഗസ്ഥർക്കാണ് അവാർഡ് കൊടുക്കേണ്ടത്. ഇത്തരം ഉദ്യോഗസ്ഥരാണ് എല്ലായിടത്തും തലപ്പത്തിരിക്കുന്നത് എങ്കിൽ കേരളം ഇതിനേക്കാളൊക്കെ എത്രയോ അഭികാമ്യമായ വളർച്ച നേടിയന്. എങ്കിൽ ഇവിടെ നിന്ന് ഈ ബ്രെയിൻ ഡ്രെയിൻ ഒന്നും ഉണ്ടാവുകയില്ലായിരുന്നു. അപ്പോ ഈ 1763 കോടിയിലധികം വരുന്ന വായ്പ, അതിന്റെ ആദ്യ ഗഡു വന്നതേ വകമാറ്റി. ഇനി ബാക്കി ഗഡുക്കൾ എവിടെ പോകും? ഇത് കാർഷിക മേഖലയ്ക്ക് കിട്ടാൻ സാധ്യതയുണ്ടോ? ഇത് കർഷകരുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരികയാണ്. പ്രിയപ്പെട്ട കർഷകരെ, ഈ എമൗണ്ട് അന്യാധീനപ്പെട്ടു പോകാൻ, അതായത് എപ്പോഴും നിങ്ങളുടെ ശ്രദ്ധയിൽ ഇരിക്കട്ടെ, CAG റിപ്പോർട്ട് എടുത്ത് വായിക്കുക. നിങ്ങൾക്കാണ് വകമാറ്റൽ. ഈ പിണറായി ഗവൺമെന്റിന്റെ മുഖമുദ്രയാണ് ഏത് വകുപ്പിനും കിട്ടുന്ന ഫണ്ട് ആ വകുപ്പിൽ നിന്ന് വകമാറ്റുന്നു. വകമാറ്റി എവിടെ പോകുന്നു അതാർക്കും അറിഞ്ഞുകൂടാ. ഓഡിറ്റിംഗ് നടക്കുന്നില്ല, ഇന്റേണൽ ഓഡിറ്റിംഗ്. ഇതൊക്കെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ആണ് പറയുന്നത്. ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ. കേന്ദ്ര ഗവൺമെന്റിന്റെ സ്തുതിപാഠകരല്ല, സംസ്ഥാന ഗവൺമെന്റിന്റെയും സ്തുതിപാഠകരല്ല. അപ്പൊ അവര് നീതിയുടെ കൂടെ നിൽക്കും. അവിടെയും ചിലപ്പോൾ സ്തുതിപാഠകരൊക്കെ വന്നേക്കും, പക്ഷെ എല്ലായ്പ്പോഴും ഇല്ല. അപ്പൊ നിങ്ങൾക്ക് പൂർണ്ണമായും വിശ്വസിക്കാം, ഈ 1763 കോടിയുടെ ആദ്യ ഗഡുവാണ് ഇപ്പോൾ നഷ്ടമായിരിക്കുന്നത്. ഇനി വരുന്ന ഗഡുക്കൾ എന്തു ചെയ്യുന്നു എന്ന് കർഷക സംഘടനകൾ കർശനമായിട്ട് അന്വേഷിക്കുകയും അത് കൃഷിയുടെ വളർച്ചയ്ക്ക് വേണ്ടി, സമഗ്ര വളർച്ചയ്ക്ക് വേണ്ടി, അതിനുവേണ്ടിയുള്ള വായ്പയാണ്, ചെലവഴിക്കുന്നു എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുക. അങ്ങനെ ഉറപ്പുവരുത്തുന്ന ഗവൺമെന്റ് മതി ഞങ്ങൾക്ക് എന്ന് തീരുമാനിക്കാൻ പോലും കർഷകർ തയ്യാറാകണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു.